ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. അഷ്ടമഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ടും രോഗസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ അലസത വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ശയന കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും കർമ്മത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജൂൺ മാസം 6-ാം തീയതി മുതൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും രാഹുവിനാണെങ്കിലോ അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ചില സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ. സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധനസ്ഥാനമാകുന്ന 2-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും ധനസന്താനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ വ്യയസ്ഥാനത്തെ സ്ഥിതിയും കാണുന്നത് കൊണ്ട് ചിലവ് വർധനവിന് കൂടുതലായിട്ടും സാധ്യത കാണുന്നതിനാൽ കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കൂടാതെ 7-ാം ഭാവാധിപതിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും എല്ലാം വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.